ഇതെന്നാ അലക്കുവാണോ? ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം നാടായ കേളകത്താട്ടോ. അപ്പോൾ കേളകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റാണിത്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേളകത്ത്, അതായത് കോഴിക്കോടൊക്കെ കാണുന്ന മിഠായി തെരുവ് പോലെ ഒരു സംഭവം ഞങ്ങളുടെ നാട്ടിലും ഉണ്ട്. അത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ എടുത്താണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും അന്യ സംസ്ഥാനക്കാരുടെ സ്ഥാപനങ്ങളാണ്. തുണിക്കടയായിട്ടും അല്ലെങ്കിൽ ചെരുപ്പ് കടയായിട്ടും അങ്ങനെയൊക്കെയുള്ള. ഇതിന് എന്ത് പേരാണ് പറയേണ്ടത് എനിക്കറിയില്ല. ചോലമറ്റം ബൈപ്പാസ് എന്നാണ് ശരിക്കും ഇതിൻ്റെ നാട്ടിൽ പറയപ്പെടുന്ന പേര്. അപ്പോൾ ഞാൻ അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. 1 കോടി രൂപ നൽകിക്കൊണ്ട് പരിഷ്കരിച്ച സമ്മാനങ്ങൾ നൽകുന്നു. ശുചി, അങ്ങോട്ട് പോവാം. സൗഭാഗ്യ സമ്മാനങ്ങൾ തുടർച്ചയായി നേടിക്കൊടുത്തവർ കിട്ടിയില്ല. എന്നാ മഴ നനഞ്ഞ് അത് മുകളിലുള്ള പാസ്വേർഡ് തന്നെ പറഞ്ഞ. ഓക്കെ ഓക്കെ ഓക്കെ. വാഴയില കിട്ടിയത്? അങ്ങോട്ട് ഇരിക്കുവാവേ. പക്ഷെ വീഴല്ലേ? ഒരു സാധനം ആക്കണ്ടേ കേട്ടോ. കുറച്ച് വിട്ടിരിക്കേ. ഇച്ചിരി അങ്ങോട്ട് ഇരിക്കും. ഞാൻ അത് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് പോയിക്കാം. രണ്ടാളിലെ ദിവസേനയുള്ള സംസാരങ്ങളാണ് കേൾക്കുന്നത് കേട്ടോ. വീഡിയോയിൽ അധികം ഉൾപ്പെടുത്താറില്ല. പക്ഷെ പൊറോട്ട ഇന്നലെ പറയുന്നുണ്ട്. പൊറോട്ട പണ്ട് കൊറോണ സമയത്ത് ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പൊ ആ സമയത്ത് പല പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. എന്തായാലും കുഴക്കി ആശിക്കുട്ടാ. ആശിക്കുട്ടന് അടിപൊളി ഉടുപ്പാണല്ലോ. മുതല സ്കൂട്ടി ഓടിക്കണ്ട. രണ്ടാളും കൂടെ കൂടിയിട്ട് എന്താകുമോ എന്തോ. ശരിക്കും പൊറോട്ട അടിക്കുന്ന ആൾക്കാരുടെ ശരിക്കും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അവര് അതിന് മേലെ മറ്റേ ഗുസ്തിക്കാരൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാം.
ഇത് പിന്നെ കുറച്ചല്ലേ ഉള്ളൂ. ആ നമുക്ക് തിന്നാനല്ലേ അല്ലേ? അതിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ആഷിക്കുട്ടന് കഴിക്കാനല്ലേ? പുറത്തുനിന്നുള്ളത് മേടിച്ചു കൊടുത്തതിനേക്കാൾ നല്ലത് നമ്മൾ ഉണ്ടാക്കുന്നത് എത്ര വലിയ ക്വാളിറ്റി ഇല്ലെങ്കിലും അതായിരിക്കും നല്ലത്. കാരണം ഇവരാണ് നമുക്ക് മറ്റേ തണ്ണിമത്തം കൊടുത്തതിന്റെ അവസ്ഥ അറിയാലോ. പനി ഡോക്ടർ ചോദിച്ചത് വത്തക്ക കൊടുത്തിട്ടുണ്ടോന്നാ ചോദിച്ചാൽ ആദ്യം ചെന്നപ്പോ. Oh my god. പൊറോട്ട ഉണ്ടാക്കുന്ന ആളെ വിളിച്ചേ. എങ്ങനെയുണ്ട് പൊറോട്ട? സിമ്പിൾ അല്ല ഉണ്ടാക്കല്ലേ? പൊറോട്ട ഉണ്ടാക്കുന്ന ആളാ ഇത്. പൊറോട്ട ഉണ്ടാക്കുന്ന ആളെ വിളിച്ചാ. ഈ പരുവാണ് തന്നെ തുണിയെ കണ്ട് ഇരിക്കണം. മറ്റേ ആ മേലത്തെ ആ മറ്റേ വാതിലിന്റെ അടുത്തേ, ആ സ്റ്റെയറിന്റെ അടുത്തുള്ള വാതിലിന്റെ അടുത്ത് എന്തെങ്കിലും ഒട്ടിക്കണം കേട്ടോ. അതാ പറയാ, അവിടെ എന്തായാലും കാർബോർഡ് അടിച്ചേ പറ്റുള്ളൂ. പൊറോട്ട ആകുമോ എന്നുള്ളതാണ് ഗൈസ്. നമ്മള് പണ്ട് കൊറോണ സമയത്തൊക്കെ ഉണ്ടാക്കിയ സമയത്ത് നമ്മള് മുട്ടയും അല്ലെങ്കിൽ ഇടയ്ക്ക് പാലൊക്കെ കുറച്ച് മിക്സ് ആക്കി. ആരില്ല കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് ഉള്ളി വാട്ടാം. ഇങ്ങോട്ടില്ല. ഉരുളക്കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടേ വാട്ടിയെടുക്കാം. പൊടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് എടുത്തേ. അച്ഛനും മോനും മുട്ടെടുക്കട്ടെ. രണ്ട് മുട്ട എടുക്കാം. ഈ വെള്ളം മാത്രം എടുക്കട്ടെ. എന്താ ഊലേ ഊട്ടെ ഹായ്. 2 മുട്ടയാണ്. 2 റോള് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് അടിക്കാം നല്ലോണം. റെഡിയായി. ഇനിയാണ് പൊറോട്ട പരിപാടി. പൊറോട്ട നന്നായി മതി. ഞാൻ തുറന്നു നോക്കട്ടെ അല്ലേ? നല്ല സോഫ്റ്റായി. ഇത് ബോൾ പിടിക്കണ്ടേ? കിട്ട ഇങ്ങനെയായിരുന്നോ? ഇങ്ങനെയല്ലേ? അങ്ങനല്ലേ? എന്നാലാണ് കിട്ടുള്ളൂ. മടക്കുപോലെ അങ്ങനല്ലേ? ഭഗവാനെ ഇത്ര
ഇത് ഒരെണ്ണം സെറ്റായിരുന്നു. ഇപ്പൊ ഐഡിയ കിട്ടി. ഇങ്ങനെ ഉള്ളോട്ടാക്കുന്നുണ്ട് അങ്ങനെ തന്നെയാ ഉള്ളോട്ടാക്കണ്ടേ. പിടിക്കുക. എനിക്ക് ക്യാമറമാനായി നിൽക്കുന്നോണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലേ ആശുപേട്ട? ഫുട്ബോൾ. അത് വലിപ്പം നോക്കണ്ട കേട്ടാ, അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ഇവിടെ വെച്ചിട്ട് നമുക്ക് വീശ പൊറോട്ടയ്ക്ക് തന്നെ ടേസ്റ്റ്. വീശ പൊറോട്ടയ്ക്ക് തന്നെ. ഇപ്പൊ എല്ലാരും ഇങ്ങനെ അത് ഭയങ്കര അതാ എനിക്ക് ഇഷ്ടം. അതാണ് മറ്റേതാവുമ്പോ ഇങ്ങനെ കല്ല് പോലെയുള്ള എനിക്ക് ഇഷ്ടല്ല. എന്താ കുറച്ച് കട്ടിയായി പോയി കേട്ടോ. ഈ എൻ്റെ അമ്മേ ഇതെന്നാ അലക്കുവാണോ? പൊറോട്ടയുടെ ആട്ടെ. അത് മതി, കറക്റ്റ് ആ വലിച്ചു നീട്ടിയിട്ടൊന്ന് ചുറ്റിക്കോ. ചിരി വന്നിട്ട് വയ്യ. എന്നാ അല്ലേ അശിട്ടാ? ഹലോ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് കോള് വന്നോണ്ടാട്ടോ. ഇവള് നല്ല വൃത്തിയാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം. കുറച്ച് പരത്തിയാൽ മാത്രം പോരാ, അപ്പൊ ലെയർ കിട്ടൂലല്ലോ. പരത്തിയ ചപ്പാത്തി കിട്ടുള്ളൂ. ഉണ്ടോ? ഇതാണ് നമ്മൾ വീശാത്ത പൊറോട്ട. ഇത് കുറച്ച് ലെയർ കിട്ടും. ഇതിന് കുറച്ച് ലെയർ കിട്ടും. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കാം. ഇതാ ഒരു ചെറുതോട് ഉണ്ടാക്കിയതിന്റെ ഇടയ്ക്ക് എനിക്ക് കോള് വന്നിട്ട് ഞാൻ മാറിയതാ. കൊള്ളാടി, സൂപ്പറായി, അടിപൊളിയായി. അടിക്കണം. ആശിക്കോട്ടന് ഇവിടെ അതിന്റെ ഇടയ്ക്ക് തകൃതിയായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇരുത്താൻ വിടില്ല. അത് കൊള്ളാട്ടോ, ഇത് നൈസായിട്ടുണ്ട്. ഇതേതാ ലെയർ ആക്കി എടുത്താ? അതാണ് ഇത് വീശിയത്. ഓക്കെ ഓക്കെ. എന്താ മോനെ? പൊറോട്ട അടിക്കട്ടെ. ഇതാ ആശിക്കൂടെ ചോദിക്കുക അലക്കുന്നാണോ അത്? അല്ലേ നല്ല ഇതുണ്ട് കേട്ടാ, സോഫ്റ്റ് ഒക്കെ ഉണ്ട്. ആശി നോക്ക് മോനെ, ഇടുവാ. ഉപ്പിത്ര മതി. കറിയിന്റെ കൂടെ അടിക്കുമ്പോഴേ സൂപ്പറാവും. തിന്നാലോ? കഴിക്കാം. ഇനിയിപ്പം വെയിറ്റ് ചെയ്യണ്ട. ഇതിന് സ്പൂൺ എടുത്തില്ല അമ്മ. നോക്കാലോ.
ഇതാണ് പുതിയ. ഇത് മറ്റേതാ ഈ കത്തി വെച്ച് വരുന്നേ. അത് ഇങ്ങനെ പക്ഷെ തിന്നേ തിന്നേ. കഴിച്ചോ? അശുകൂടെ കഴിച്ചു നോക്കിയേ, എങ്ങനുണ്ട്? അടിപൊളി, നല്ല രസമുണ്ട്. പൊറോട്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മയനൈസ് അടിപൊളിയല്ലേ, മസാല. പക്ഷെ ഇഷ്ടായി. അടിപൊളിയാ. അപ്പം എന്നാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നത് ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി പറയുന്നു ഉമ്മ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതന്നെ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടാൻ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ഉമ്മ. ബൈ. ഓക്കെ. ബൈ ഉമ്മ.